വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞത്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചും അവിടെ ഗതാഗത സംവിധാനം താറുമാറായ സ്ഥിതിക്ക് ഏത് നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചും അപകടമുണ്ടാകാനുള്ള സാധ്യത എന്തായിരുന്നു എന്നതിനെക്കുറിച്ചും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. ദുരന്തമുഖത്ത് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ രക്ഷാദൗത്യം പ്രദേശങ്ങളിലെല്ലാം എത്തുന്നുണ്ട്. സ്ഥിതിഗതികളെക്കുറിച്ച് സമ്പൂർണ്ണമായി പറയാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ മറ്റ് വിവിധ നടപടികളിലാണ്. കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും രണ്ടു കൂട്ടരും വിളിച്ചിരുന്നു. രണ്ടാളുകളും എല്ലാവിധ സഹായങ്ങളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുന്ന് എല്ലാ തരത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകളെ എപ്പോഴേക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അതിനകത്തൊരു വ്യക്തതയോടെ പറയാൻ പറ്റും. എന്നിട്ട് നോക്കാം നമുക്ക്. അതാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചെന്നും വേണ്ട സഹായങ്ങളെല്ലാം ലഭ്യമാക്കുമെന്ന ഉറപ്പ് നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഊർജിതമായ ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദൗത്യത്തിന്റെ ഏകോപന ചുമതല നിർവഹിക്കുകയാണ്.